പിന്നെ ഒരു അസർ ഇതിൽ പ്രധാനപ്പെട്ടതൊന്ന്, പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അതിന അഹ്ലിൽ ജന്നത്തി മൻസിലത്തൻ, സ്വർഗത്തിൽ ഏറ്റവും താഴ്ന്ന സ്ഥാനമുള്ള ആളാരാണ്? സ്വർഗത്തിൽ താഴ്ന്ന പദവി, അതിനാൽ മൻസില, സ്വർഗീയ പദവികളിൽ ഏറ്റവും ലോ സ്റ്റേജ് അല്ലേ, ഏറ്റവും താഴ്ന്ന പദവി ആർക്കാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്, പിന്നെ സ്വർഗവാസികളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഒരാളെ കൊണ്ടുവരും. സ്വർഗവാസികളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഒരാളെ കൊണ്ടുവരും. അയാളോട് പറയും ഉദ്ഖുലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് പറയും. അപ്പോൾ അയാൾ പറയും, പിന്നെ ആളുകൾ സ്വർഗത്തിൽ കയറി എല്ലാവരും അവരുടെ സ്ഥാനം പിടിച്ച് അവർക്ക് നേടേണ്ടതെല്ലാം അവർ നേടുകയും ചെയ്ത്, ഇനി ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ എന്താണ് എന്നുള്ള രീതിയിൽ അയാൾ സംസാരിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയും, ഭൂമിയിലെ രാജാക്കന്മാരിൽ ഒരു രാജാവിൻ്റെ മുൽക്ക് നിനക്ക് അതുണ്ടായാൽ തൃപ്തിയാകുമെന്ന് ചോദിക്കും. മലിക്കിൻ മിൻ മുലൂക്കി ദുനിയ, ദുനിയാവിലെ രാജാക്കന്മാരിൽ ഒരു മലിക്കിൻ്റെ മുൽക്ക്, ആധിപത്യം, അല്ലെങ്കിൽ ഒരു രാജാവിന് ഈ ഭൂമുഖത്ത് ഉള്ള അനുഗ്രഹം, അതുകൊണ്ട് നീ തൃപ്തിപ്പെടുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അപ്പോൾ ആ വ്യക്തി പറയും, റദീതു യാ റബ്ബേ, ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെടും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ലക ദാലിക് വമിസ്ലുഹു 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 വമിസ്ലുഹു, ഭൂലോകം കണ്ട ഒരു രാജാവ് അയാൾക്കുണ്ടായ അനുഗ്രഹങ്ങൾ, അതും അതുപോലുള്ളതും 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 4 ഇരട്ടി നിനക്കുണ്ട് എന്ന് പറയും. അപ്പോൾ അയാൾ വീണ്ടും പറയും, റദീതു യാ റബ്ബേ, ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിനക്ക് അതും അതിൻ്റെ 10 ഇരട്ടിയുണ്ട് എന്ന് പറയും. നിനക്കതും അതിൻ്റെ 10 ഇരട്ടിയുണ്ട് എന്ന് പറയും. എന്നിട്ട് പറയും, വലക മാ തശ്തഹി നഫ്സുക് വലദ്ദത് ഐനുക്, നിനക്ക് പിന്നെ ഈ നൽകപ്പെട്ടതും അതിൻ്റെ 10 ഇരട്ടിയും, നിൻ്റെ മനസ്സിച്ഛിക്കുന്നതും നിൻ്റെ കണ്ണിന് കുളിർമയാകുന്നതുമെല്ലാം നിനക്കുണ്ട് എന്ന് അയാളോട് പറയും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തോതി, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. കണ്ട, ഒരു നഫ്സിനും ആ നഫ്സിന് തയ്യാറാക്കപ്പെട്ട കൺകുളിർപ്പിക്കുന്ന സുഖങ്ങൾ, സൗകര്യങ്ങൾ, അനുഗ്രഹങ്ങൾ അതിന് എത്രയാണ് എന്നുള്ളത് ഒരാൾക്കും അറിയില്ല. അത് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് പ്രതിഫലമായിട്ട് അള്ളാഹു ഒരുക്കിയതാണ്. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഈ ആയത്തോതി ഇതിന് ശേഷം, ഈ സംഭവം ഉണർത്തിയതിന് ശേഷം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പ്രതികരിച്ചതിന് ശേഷം, അപ്പോൾ സ്വർഗത്തിലെ ഏറ്റവും മനസ്സില താഴ്ന്ന പദവിയുള്ള ഒരാൾക്ക് ഭൂലോകത്തിലെ ഒരു രാജാവ് അയാൾക്കുള്ള സുഖ സൗകര്യങ്ങളുടെ 10 ഇരട്ടി, പിന്നെ ആ വ്യക്തി അയാളുടെ മനസ്സിച്ഛിക്കുന്നത് എന്താണോ അതെല്ലാം, അയാളുടെ കണ്ണിന് കുളിർമയാകുന്നത് എന്തൊക്കെയാണോ അതെല്ലാം അയാൾക്കുണ്ട് എന്നാണ് പിന്നെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നത്.